ശ്രീ സണ്ണിക്കുട്ടി എബ്രഹാം മുതിർന്ന മാധ്യമ പ്രവർത്തകനോടൊപ്പം ഉണ്ട്. ശ്രീ സണ്ണിക്കുട്ടി എബ്രഹാം, ഇതിനകത്ത് CPIയോട് കൂടുതൽ കോർക്കാൻ നിൽക്കാതെ വേഗത്തിൽ സമവായമാവുകയാണ് CPIM. അതിന് CPIMനെ പ്രേരിപ്പിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയായിരിക്കുന്നതാണ് ശ്രീ സണ്ണിക്കുട്ടി താങ്കൾക്ക് തോന്നുന്നത്? അതിനു മുമ്പ് നമ്മൾ പറയേണ്ടത് അങ്ങനെ വഴങ്ങാൻ പറ്റുമോ, അല്ലെങ്കിൽ CPIയുടെ ഡിമാൻഡിന് എങ്ങനെ CPMന് വഴങ്ങാൻ പറ്റും? നമ്മൾ കേൾക്കുന്നത് ഇവർ കത്ത് കൊടുക്കുമെന്നാണ്. അതായത് ഇത് PM3 പദ്ധതി നടപ്പാക്കില്ലെന്നോ അല്ലെങ്കിൽ അതിന് സാവകാശം വേണമെന്നോ പറഞ്ഞിട്ട് കത്ത് കൊടുക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. ആ കരാറിൽ നിന്ന് കേരള സർക്കാരിന് ഏകപക്ഷീയമായിട്ട് പിന്മാറാൻ പറ്റത്തില്ല. അതാണ് ആ കരാറിലെ വ്യവസ്ഥകൾ, അതിന്റെ രൂപം അങ്ങനെ തന്നെയാണ്. ഇത് വെറുതെ CPIയെ പറ്റിക്കാൻ അല്ലെങ്കിൽ ജനങ്ങളെ പറ്റിക്കാനുള്ള ഒരു നടപടി എന്നല്ലാതെ, നമുക്കറിയാമല്ലോ നേരത്തെ ADB വായ്പ വാങ്ങിച്ചപ്പോൾ എങ്ങനെയായിരുന്നു. അത് ADB വായ്പ വാങ്ങിച്ചു, കരാർ ഒപ്പിട്ടു. അതിനുശേഷം അതിന്റെ പണി തുടങ്ങിയതിനു ശേഷം നഗരവികസനവുമായി ബന്ധപ്പെട്ട പ്രവർത്തികൾ തുടങ്ങിയതിനു ശേഷം 3-ാം മാസമാണ് ക്യാബിനറ്റിന്റെ റാറ്റിഫിക്കേഷൻ വേണ്ടി വരുന്നത്. അതുപോലെ ഇത് കത്തയക്കും, അതിനുശേഷം ഈ പണം അവര് ഗവൺമെന്റ് കൊടുത്താൽ വാങ്ങും. PM3 പദ്ധതി നടപ്പാക്കുന്ന കാര്യങ്ങളിലേക്ക് ഗവൺമെന്റ് നീങ്ങാതെ പറ്റത്തില്ല. പിന്നെ ഇപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചാല് അറിയാമല്ലോ, CPI ഇന്നത്തെ ക്യാബിനറ്റിൽ പങ്കെടുക്കുന്നില്ല. അത് പങ്കെടുക്കാതിരുന്നാൽ സംഗതി കൂടുതൽ ഗുരുതരമാകും. അതിനുശേഷം അടുത്ത ക്യാബിനറ്റിന് മുമ്പായിട്ടും കാര്യങ്ങൾ അവര് ഉദ്ദേശിക്കുന്ന രീതിയിൽ നടന്നില്ലെങ്കിൽ അവര് രാജിവെക്കും. അപ്പോഴത്തേക്ക് ഇടതുമുന്നണി ശിഥിലമാകുന്ന ഒരു സ്ഥിതിയിലേക്ക് വരും. അവര് LDF വിട്ട് പോകുമോ ഇല്ലയോ എന്നുള്ളതല്ല പ്രശ്നം. അവര് സഹകരിക്കാതെ മാറി നിൽക്കുകയാണെങ്കിൽ, ഭരണത്തിൽ ഉൾപ്പെടാതെ മാറി നിൽക്കുകയാണെങ്കിൽ അത് മുന്നണിയുടെ ഒരു തകർച്ചയുടെ തുടക്കമായിരിക്കും, അത് ശിഥിലമാകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ എങ്ങനെയെങ്കിലും ഏത് വിധേനയെങ്കിലും CPI കൂടെ സ്വീകാര്യമായ ഒരു അമിക്കബിളായിട്ടുള്ള ഒരു സൊല്യൂഷന് വേണ്ടി ശ്രമിക്കുന്നത്. അത് പക്ഷെ പ്രായോഗികമല്ല. അത് CPIക്ക് മനസ്സിലാകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിനകത്ത് CPIയും ഒരു നിർബന്ധിതാവസ്ഥയിലുണ്ടോ ശ്രീ സണ്ണിക്കുട്ടി എബ്രഹാം ഇത് പരിഹരിക്കുക വളരെ വേഗത്തിൽ? ഉണ്ടല്ലോ. CPIക്കും ഈ ഒരു ഊരാക്കുടുക്കിൽ നിന്ന് രക്ഷപ്പെടണമെന്നുണ്ടല്ലോ. സ്വാഭാവികമായിട്ടും അവർക്ക് പെട്ടെന്ന് UDFിലേക്ക് അങ്ങോട്ട് ചേക്കേറുക അതൊന്നും നടക്കുന്ന കാര്യങ്ങളല്ല. അതൊക്കെ ഒത്തിരി സമയം എടുക്കുന്നതാണ്. അത് പാർട്ടി സമ്മതിക്കണം, പാർട്ടിയിലെ ഒരു ഏകാഭിപ്രായം ഉണ്ടാകണം. അതൊക്കെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇപ്പൊ പാർട്ടിയിലെ ഇതിന് മുമ്പിൽ നിൽക്കുന്ന നേതാക്കൾക്ക് പോലും കോൺഗ്രസുമായി ബന്ധപ്പെട്ട് UDFിൽ പ്രവർത്തിക്കാൻ താല്പര്യം ഉണ്ടാവില്ല. അപ്പോൾ പിന്നെ എന്ത്? അപ്പൊ എങ്ങനെയെങ്കിലും ഒരു അമിക്കബിൾ സൊല്യൂഷൻ അത് CPIക്ക് തീർച്ചയായിട്ടും ഉണ്ടാകും. കാരണം അവർക്കായിരിക്കും കൂടുതൽ ഉണ്ടാവുക എന്നാണ് എനിക്ക് തോന്നുന്നത്. അവരാണ് വല്ലാത്തൊരു സിറ്റുവേഷനിൽ നിൽക്കുന്നത്. അതാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ സമവായം ഒരിക്കലും പ്രായോഗികമാകാൻ പോകുന്നില്ല. അതാണ് സത്യം. ഇതിനകത്ത് ഇപ്പോൾ ഈ CPIയും തമ്മിലുള്ള ഇന്റേണൽ റിഫ്റ്റിനെ മാറ്റിവെച്ചാൽ ഇപ്പൊ ലെഫ്റ്റിന്റെ ഒരു ക്രെഡിബിലിറ്റി ഇഷ്യൂവിനെ അവർ നേരിടുന്നുണ്ട്. കാരണം അവർ പൊതുമധ്യത്തിൽ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് PM3 കുഴപ്പമാണ് എന്നാണ്, NEP കുഴപ്പമാണെന്നാണ്. അവർ ലേഖനം എഴുതിയിരിക്കുന്നത് അങ്ങനെയാണ്, അവരുടെ നേതാക്കൾ പറഞ്ഞിരിക്കുന്നത് എല്ലാം അങ്ങനെയാണ്. പക്ഷെ അവർ ആരും അറിയാതെ ഒപ്പുവെച്ചിട്ടുണ്ട്. സോ അത് എക്സ്പോസ് ചെയ്യപ്പെട്ടതിന് ശേഷം അവരൊരു സമ്മർദ്ദം അനുഭവിക്കുന്നുണ്ടോ? തീർച്ചയാണല്ലോ. ജനങ്ങളുടെ മുമ്പിൽ ഇപ്പൊ തന്നെ കഴിഞ്ഞ ദിവസം സാംസ്കാരിക നായകന്മാരുടെ ഒരു സംയുക്ത പ്രസ്താവന കണ്ടു. അതിൽ ഒപ്പിട്ടിരിക്കുന്ന ആരൊക്കെയാ? കാലാകാലങ്ങളിലായിട്ട് LDFിനോട് CPMനോട് ചേർന്ന് നിൽക്കുന്ന എഴുത്തുകാരും ബുദ്ധിജീവികളാണ് അതിനകത്ത് ഒപ്പിട്ടിരിക്കുന്നത്. ആ വിഭാഗത്തിൽപ്പെട്ടവർ വളരെ നിരാശയിലാണ് ഗവൺമെന്റ് ഈ ഒരു തീരുമാനമെടുത്തത്. ഇത് ഈ PM3 പദ്ധതിക്കെതിരെന്ന് മാത്രമല്ല, BJPക്കെതിരായിട്ട്, BJP സർക്കാരിനെതിരായിട്ട്, സംഘപരിവാരത്തിനെതിരായിട്ട് ഏറ്റവും ശക്തമായിട്ട് മുമ്പിൽ നിന്നിരുന്ന ഒരു പാർട്ടി എന്ന് പറയുന്നത് CPM ആണ്. അവരത് ആവർത്തിച്ച് പറഞ്ഞിരുന്നു. ഇവിടുത്തെ ന്യൂനപക്ഷങ്ങളെ BJPയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ഞങ്ങളെ ഉള്ളൂ എന്ന് പറഞ്ഞിരുന്നു. അതിനുശേഷമാണ് ആരും അറിയാതെ, മന്ത്രിസഭ അറിയാതെ, മുന്നണി അറിയാതെ ഈ കരാറിൽ ഒപ്പുവയ്ക്കുന്നത്. അവരുടെ വിശ്വാസ്യത, ക്രെഡിബിലിറ്റി, CPM ഒരു പ്രതിസന്ധിയിലാണെന്നുള്ളത് മനസ്സിലാക്കാം. പക്ഷെ ജനങ്ങളുടെ പിന്തുണ അവർക്കാണ്. അവര് ചെറിയ പാർട്ടിയായിട്ടും ധൈര്യത്തോടുകൂടി ഈ ഒരു നിലപാടെടുത്തല്ലോ എന്ന് ജനങ്ങൾ ചിന്തിക്കുമ്പോ മറിച്ചൊരു തീരുമാനം എടുക്കേണ്ട CPM ആണ് അതീവ രഹസ്യമായിട്ട് രഹസ്യം എന്ന് പറയുമ്പോൾ BJPക്ക് കീഴടങ്ങുകയാണ്. BJPയുടെ സമ്മർദ്ദത്തിന്, സർക്കാരിന്റെ സമ്മർദ്ദത്തിന് കീഴടങ്ങുകയാണ് അവിടെ ചെയ്തത്. അതിന്റെ പിന്നിൽ മറ്റെന്തോ കാരണങ്ങളുണ്ടോ എന്ന സംശയങ്ങൾ ജനങ്ങളുടെ മുമ്പിലേക്ക് ഉണ്ടാവുകയാണ്. അതുകൊണ്ട് മുഖം നഷ്ടപ്പെട്ടതും ക്രെഡിബിലിറ്റി നഷ്ടപ്പെട്ടതും ഈ കാര്യത്തിൽ CPMനാണ്. CPIക്കാണ് ജനങ്ങളുടെ ഒരു പിന്തുണ, അല്ലെങ്കിൽ ആ വഴിക്ക് ചിന്തിക്കുന്ന ആളുകളുടെ ഒരു പിന്തുണ ലഭിച്ചിരിക്കുന്നത്.